കടന്നു പോകുന്ന വായുവിനുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അപ്പം അതിനില്ലെങ്കിൽ ഈ ശരീരത്തിൽ വ്യാപിച്ചും നിലനിന്നും ഉറങ്ങിയും ഇരിക്കുന്ന മനസ്സിനുണ്ടാവുമോ? ശ്രദ്ധിച്ചിട്ട് ഉത്തരം പറയണേ. ഞാൻ പറയുന്ന ചോദ്യം വളരെ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു പോകുന്ന വായുവിന്, നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വായുവിന് നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രായമോ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ബന്ധങ്ങളോ, നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങളോ, നിങ്ങളുടെ ശരീരത്തിൻ്റെ കഷ്ടപ്പാടുകളോ, ബുദ്ധിമുട്ടുകളോ, സാമ്പത്തികമോ ദാമ്പത്തികമോ എന്തുമാവട്ടെ, എനിത്തിങ് എന്തെങ്കിലും അതിനെ ബാധിക്കുന്നുണ്ടോ? ഒരു സംഗതി അതിനെ ബാധിച്ചിട്ടില്ല. ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് വന്നു പോകുന്നു പ്രാണവായു. ഇനി നിങ്ങൾ മനസ്സിലേക്ക് നോക്കൂ. അതും ഉണരുന്ന സമയത്ത് ശരീരത്തോട് ഒട്ടിപ്പിടിക്കുന്നുള്ളൂ അല്ലേ? ഉറക്കത്തിലാണെങ്കിൽ എല്ലാ ഒട്ടലുകളും വിട്ടുകൊണ്ട് അത് വേർപെട്ട് നിൽക്കണോ? ശരീരത്തെ തൊട്ടാൽ പോലും അറിയുന്നില്ലേ ഉറക്കത്തിൽ? ഉണ്ടോ? അപ്പം നമ്മൾ വിവേകത്തോടുകൂടി ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതല്ലേ, പ്രാണവായുവിനെ ഇതൊന്നും ബാധിക്കുന്നില്ലെങ്കിൽ പ്രാണവായുവിനെ പോലെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരത്തിൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ഈ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ വല്ലതും ബാധിക്കുന്നുണ്ടോ? എന്തായിരിക്കും ഉത്തരം? എന്താ നിങ്ങൾക്ക് പറയാനൊരു ശക്തി പോരാത്തത്? ഉണ്ടെന്നാണോ ഇല്ല എന്നാണോ? ഇല്ല, വാസ്തവത്തിലില്ല. പക്ഷേ നമ്മൾ അത് തന്നെ ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഈ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിനുണ്ട് എന്ന്. അപ്പോൾ ഇനി നമ്മൾ അഭ്യസിക്കണം. എന്ത്? നമ്മുടെ ശ്രദ്ധയെ ആ കറുത്ത കുത്തുകളിൽ നിന്നും ക്രമേണ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ, ക്രമേണ എന്ത് പറ്റും? നമ്മുടെ ശ്രദ്ധ മാറും തോറും, അതിൻ്റെ പ്രാധാന്യം കുറയും തോറും പിന്നെ അത് നമ്മളെ അലട്ടുന്നത് കുറയും. കുട്ടികളെപ്പോലെയാണ് നമ്മുടെ ഈ വിഷമങ്ങളൊക്കെ. വീട്ടിൽ വല്ല ഗസ്റ്റും വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഓടിച്ചാടി പായും അതിനിടയിലൂടെ. എന്തിനാണെന്ന് വെച്ചാൽ അവർക്കും ഒരു അറ്റൻഷൻ വേണം. ഇനി നിങ്ങൾ അവരെ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യും. നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? അവർക്ക് അറ്റൻഷൻ വേണം. അവരെക്കുറിച്ച് നിങ്ങൾ വല്ലതും പറയുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ അവരെ തീരെ നെഗ്ലക്റ്റ് ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഇതുപോലെയാണ് നമ്മുടെ വിഷമങ്ങൾ. അതിനെപ്പോഴും നമ്മുടെ അറ്റൻഷൻ വേണം. അത് നമ്മൾ അറ്റൻഡ് ചെയ്യാതിരുന്നാലോ ക്രമേണ അത് പറയും ഇച്ചങ്ങാതി കൊള്ളില്ല എന്ന്. അത് നമ്മൾ അഭ്യസിക്കുന്നതിനെയാണ് തപസാം ബ്രഹ്മചര്യേണ ശമേന ദമേന ച ത്യാഗേന സത്യശൗചാഭ്യാം യമേന നിയമേന ച. ഭഗവാൻ ഇത് തന്നെയാണ് ഗീതയിൽ പറയുന്നത്. നാഹം പ്രകാശ സർവസ്യ യോഗമായാ സമാവൃതാം മൂഢോയം നാഭിജാനാതി ലോകോ മാമജമവ്യയം. 7-ാം അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകത്തിൽ പറയും, നാഹം പ്രകാശ സർവസ്യ, ഞാൻ എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്നുവെങ്കിലും, ചൈതന്യ രൂപത്തിലിരിക്കുന്നുവെങ്കിലും ഞാൻ എല്ലാവർക്കും പ്രകാശിക്കുന്നില്ല. എല്ലാവരുടെ കയ്യിലും ടോർച്ചുണ്ടെങ്കിലും എല്ലാവർക്കും ആ പ്രകാശം പ്രയോജനപ്പെടാത്തതുപോലെ ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലുമുണ്ടെങ്കിലും എല്ലാവർക്കും ഭഗവാനെ പ്രകടമാവുന്നില്ല എന്ന്. കാരണം യോഗമായ സമാവൃതാം, മനസ്സാകുന്ന മായ അതിനെ മൂടിയിരിക്കുന്നുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ മുഴുവൻ ഈ കറുത്ത കുത്തുകളിൽ മാത്രമായതുകൊണ്ട് അവർക്ക് അതിനപ്പുറത്തുള്ള എന്നിലേക്ക് ശ്രദ്ധ തിരിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഏതൊരുത്തനാണോ അവൻ്റെ ശ്രദ്ധ ഇതിലേക്ക് തിരിക്കുന്നത് അവന് ജീവിതം സഫലമാക്കാൻ സാധിക്കും. അവനോട് ഭഗവാൻ പറയുന്നു, നമുക്കൊരു വലിയ ഫ്രീഡം തരികയാണ് ഭഗവാൻ. അഭിചേ സുദുരാചാര ഭജതേ മാമനന്യഭാ സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സാം ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വൽ ശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. അഭിചേത് ഈവനീഫ് സുദുരാചാര, അവൻ എത്ര ദുരാചാരനായിക്കോട്ടെ, എന്തെല്ലാം തെറ്റുകൾ അവൻ്റെ ജീവിതത്തിൽ ചെയ്തവനാവട്ടെ, എന്തെല്ലാം മിസ്റ്റേക്കുകൾ ചെയ്താലും പറയുന്നു ഭഗവാൻ, ഭജതേ മാമനന്യഭാഗ്, ശ്രദ്ധ ആരിലേക്ക് കൊണ്ടുവരണം? അനന്യമായി എന്നെ കണ്ട് ഭജിക്കാൻ തുടങ്ങണം, എന്നിലേക്ക് ഭജനം ചെയ്യൂ. ഈ ഭജനം എന്നുള്ള വാക്കിനുണ്ടല്ലോ, ശങ്കരാചാര്യസ്വാമികൾ 3 അർത്ഥങ്ങളാണ് പറയുക.
ഭജനം എന്നുള്ളതിന്. ഒന്നാമത് ഭജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ഭജ സേവായാം എന്നാണ്, സേവിക്കുക എന്നാണ്. അതായത് മനുഷ്യ മനസ്സിനെ പരിശുദ്ധീകരിക്കാൻ ആദ്യം വേണ്ടത് നാം മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ച് സേവാഭാവത്തിൽ കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധീകരിക്കണം. അതെന്തിനാണത്? അപ്പോഴാണ് നമ്മുടെ പിടിവാശി, ക്ഷമ, ഇത്തരത്തിലുള്ള ക്ഷമ കൂടി വരിക, പിടിവാശി കുറഞ്ഞു വരിക, ക്രോധം, വിദ്വേഷം, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സേവ ചെയ്യണം. നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി നോക്കും, അപ്പം നിങ്ങൾക്ക് കാണാം. അത് ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു സത്സംഗ സമിതി ഉണ്ട് വിചാരിക്കുക. അതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ കുറച്ച് ആളുകളെ കാണാൻ വേണ്ടി പോകുന്നു. നിങ്ങൾക്ക് കുറച്ച് ഫണ്ട് വേണമെന്ന് വിചാരിക്കുക. സത്രത്തിന് വേണ്ടി നിങ്ങൾ ഫണ്ടിന് വേണ്ടി പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ ചിലർ നിങ്ങളെ ചീത്ത പറയും, നാണമില്ല ഈ പ്രായത്തിൽ ഇറങ്ങി നടക്കാൻ. ചിലർ പറയും കൂടുതൽ കാശ് ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞ കാശ് തന്നിട്ട് നമ്മളോട് പറയും വലിയ കാര്യങ്ങളാണ് ചെയ്യാനുള്ള, 50 ലക്ഷത്തിൻ്റെ 60 ലക്ഷത്തിൻ്റെ പ്രോഗ്രാമാണ്, 10 രൂപ എടുത്ത് തരിക. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഓ ഈശ്വര അവർക്ക് എത്രയല്ലേ ആയിട്ടുള്ളൂ എന്ന്. അങ്ങനെ നമ്മൾ പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പം, പല സ്വഭാവങ്ങളിലൂടെ കടന്നു പോകുമ്പം, അതോരോടൊന്നും പ്രതികരിക്കാതെ കടന്നു പോകുമ്പം ക്രമേണ നമ്മുടെ മനസ്സ് നമ്മളറിയാതെ പരിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് പറയാണ്. അതുകൊണ്ടാണ് ഈ പബ്ലിക് വർക്ക് ചെയ്യുമ്പോണ്ടല്ലോ നമ്മുടെ മനസ്സ് വേഗം ഉയരുന്നത്. ക്രമേണ നമ്മൾ പറഞ്ഞു പഠിക്കും, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരെന്ത് പറഞ്ഞാലും അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. ഞാൻ പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഭഗവാന് വേണ്ടിയിട്ടല്ലേ. അതിന് ഞാൻ എന്തിനാ ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവുന്നത്? ഇങ്ങനെയൊക്കെയുള്ളൊരു മനസ്സ് വയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കർമ്മത്തിലൂടെ തന്നെ മനസ്സ് ശുദ്ധീകരിക്കും. ഇതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ഭഗവാനിൽ യോഗം ചെയ്ത് കർമ്മം ചെയ്തുകൊണ്ട് ആ കർമ്മം ചെയ്യുമ്പോഴും ആരെന്ത് പറഞ്ഞാലും അതൊക്കെ ഭഗവാന്റെ പ്രസാദമായി മനസ്സിൽ നിന്ന് അതിന് മാറ്റാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ഒരാൾ പറഞ്ഞതിനോടും മനസ്സ് ഒട്ടിപ്പിടിക്കാതെ വന്നു കഴിഞ്ഞാൽ, കർമ്മഫലത്തോട് ഒട്ടിപ്പിടിക്കാത്ത മനസ്സാണ് പ്രസാദ ബുദ്ധിയുള്ള മനസ്സ് എന്ന് പറയുന്നത്. സാധാരണ ഒരാൾക്കത് സാധ്യമല്ല. കാരണം അയാൾ ചെയ്യുന്നതിലൊക്കെ അയാളുടെ മനസ്സ് അയാൾക്ക് ഓരോ പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അയാളുടെ മനസ്സ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒന്നാമത്തത് പറഞ്ഞു ഭജസേവായാം, സേവിക്കുക. സേവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം കുറച്ചു നേരം നമ്മുടെ ജീവിതം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, കുറച്ച് പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഗംഗ പ്രവഹിക്കുന്നത് പോലെ വലിയ കല്ലുകൾ വന്ന് തടസ്സപ്പെടുത്തും, ചെറിയ കല്ലുകൾ വന്ന് തടസ്സപ്പെടുത്തും. ഈ തടസ്സങ്ങളെയൊക്കെ നമ്മൾ മാറി നിന്നുകൊണ്ടും അതിവർത്തിച്ചുകൊണ്ടും ഒഴുകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് ക്രമേണ പരിശുദ്ധീകരിക്കപ്പെടും. സ്വഭാവം മാറ്റാൻ എളുപ്പ വഴി മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ച് സേവകൾ ചെയ്യുമ്പോൾ. അതെങ്ങനെ സേവ ചെയ്യണം? അതുകൊണ്ട് സേവ ചെയ്യേണ്ടത് റെസ്പെക്റ്റ് കുറയാനും പാടില്ല, തീരെ റെസ്പെക്റ്റ് കുറയാനും പാടില്ല. അവരെന്തു പറഞ്ഞാലും അത് പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാനും പറ്റണം. അപ്പോഴാണ് സേവയാവുന്നത്. അപ്പോഴാണ് നമ്മൾ പറയേണ്ടത് ദാസോഹം തവ കേശവാൻ. നമ്മുടെ പഴയ സ്വഭാവം വെച്ചിട്ട് നമ്മൾ പെരുമാറാനും പാടില്ല. അവരേത് സ്വഭാവത്തിൽ പെരുമാറിയാലും നമ്മളതിനെ ഉൾക്കൊള്ളാനും സാധിക്കുക. എളുപ്പമാണോ അത്? ആണോ? പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ നമ്മൾ കടന്നു പോയാലുണ്ടല്ലോ അത് വലിയൊരു മാറ്റം വരുത്തും. അതുകൊണ്ടാണ് ഈ സന്യാസിമാർക്കൊക്കെ ജീവിതം, അവർ സന്യസിക്കുന്നതിന് മുമ്പ് പണ്ട് കാലത്ത് ഭിക്ഷയ്ക്ക് പോകണമെന്നാണ്. എന്നാലേ അവരെ പരിപൂർണമായി സന്യസിപ്പിക്കാൻ അനുവദിക്കുള്ളൂ. അപ്പം സന്യസിക്കാൻ പോകുന്നൊരു വ്യക്തി ഭിക്ഷയ്ക്ക് പോകുമ്പം ആട്ടും തുപ്പും പലതും കേൾക്കുമ്പോൾ അവൻ്റെ മനസ്സിന് എത്രത്തോളം പക്വത വന്നിട്ടുണ്ട് എന്നറിയാൻ പറ്റും. ഒരിക്കലൊരു ഗുരുവിൻ്റെ അടുത്തൊരു ശിഷ്യൻ വന്ന് ഏരിയാണ് ദീക്ഷ എടുക്കാൻ വേണ്ടിയിട്ട്. ആ ശിഷ്യൻ ആശ്രമത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ജോലിക്കാരി രാവിലെ തന്നെയാണ്. അവൻ ഗംഗയിലൊക്കെ കുളിച്ച് തൻ്റെ ഗുരുവിൻ്റെ ആശ്രമത്തിലേക്ക് കയറി വരുമ്പം അവിടുത്തെ ജോലിക്കാരി മുറ്റമൊക്കെ അടിച്ചു വാരി ചാണകം തളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഗുരു കാണിച്ചു കൊടുത്തു, പൂജയ്ക്ക് വന്നു. ഇവൾ കൽപ്പിച്ചു കൂട്ടി കുറച്ച് ചാണകം വെള്ളം ഒറ്റ അടി മുഖത്തേക്ക്. അവൻ അവിടെ വെച്ചിട്ട് വൃത്തികെട്ട സാധനം വന്നിരിക്കണം. രാവിലെ തന്നെ ദീക്ഷ മേടിക്കാൻ വന്ന ഒരുത്തൻ്റെ നേരെ എങ്ങനത്തെ പണി ചെയ്തിരിക്കണമെന്ന് ഗുരുമോളെന്ന് കാണുന്നുണ്ട്. പോയി ചത്തൂടെ നിനക്കൊക്കെ എന്ന് ആ ജോലിക്കാരിയോട് 4 ചാട്ടം. എന്നിട്ട് വീണ്ടും കുളിച്ചു വന്നു. ഗുരുവിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഗുരോ നമസ്കാരം എന്ന്. ഗുരു പറഞ്ഞു,
നിനക്ക് ദീക്ഷ തരാനുള്ള സമയമായിട്ടില്ല, ജപിച്ച് ഇനിയും മനസ്സ് മാറാണ്ട്, പോയിട്ട് വാ. 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞു. അന്ന് ഇവൻ കയറി വരുന്ന സമയത്ത് ഈ ജോലിക്കാരി അന്ന് മുകളിലുള്ള മാറാലകളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവൻ കയറി വരുന്നത്. അപ്പോൾ ഗുരു പറഞ്ഞു, ജോലിക്കാരിക്ക് മനസ്സിലായി. അവളെന്ത് ചെയ്തു, ആ തട്ടിക്കൊണ്ടിരിക്കുന്ന വടിയും ചൂലും ഇവൻ്റെ മേലേക്ക് കണ്ടിട്ടു, കൈ തെറ്റി എന്നുള്ള രീതിയിൽ. ഭയങ്കര ദേഷ്യം വന്നു, അശ്ലീകരം. ഈ ചൂല് മേല് തൊടാൻ പറ്റുമോ? ഗംഗയിൽ കുളിച്ചു വന്നിരിക്കുക, ഞാൻ ദീക്ഷ മേടിക്കാൻ വന്നിരിക്കുകയാണ് എന്നൊക്കെ 4 ചാട്ടം. വീണ്ടും കുളിച്ചു വന്നു, ഗുരുവിൻ്റെ പാദത്തിൽ വീണ്ടും ഗുരോ ശിക്ഷണം, കണക്ക് തന്നെ പറഞ്ഞു. 3 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. നേരത്തെ ഇപ്പോൾ 3 ആഴ്ച എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. 3-ാമത്തെ പ്രാവശ്യം ഇദ്ദേഹം വന്നു, കാര്യം മനസ്സിലായി, ക്ലിക്ക് ചെയ്തു എവിടെയാണ് കുഴപ്പമുണ്ടാവുന്നതെന്ന്. അങ്ങനെ 3-ാമത്തെ ദിവസം വരുന്ന സമയത്ത് അന്ന് ചാണകം മെഴുകുകയാണ് അവൾ, മുറ്റം മുഴുവൻ, ജോലിക്കാരി. എന്തോ വിശേഷമായിട്ടുള്ള കാര്യമുണ്ട് ആശ്രമത്തിൽ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ മെഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ കയറി വരുന്നത്. ഗുരു കാണിച്ചു കൊടുത്തു. ഇവൾ കണ്ടു, ഒറ്റ നോട്ടത്തിൽ കണ്ടു വരുന്നത്. ചാണകത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം തന്നെ എടുത്തിട്ട് പുറകോട്ട് എറിഞ്ഞതാണ്. പക്ഷെ വേസ്റ്റ് എറിഞ്ഞതുപോലെ എറിഞ്ഞതാണ്, കൊണ്ട് മുഖത്ത്. ഒരു നിമിഷം ഉണ്ടല്ലോ, കൊണ്ടതും മുഖത്തൊക്കെ ഒരക്ഷരം മിണ്ടിയില്ല. ഉടനെ അവളെ തൊഴുതുകൊണ്ട് പറഞ്ഞു, അവിടുന്ന് എൻ്റെ മനസ്സിനെ ശുദ്ധമാക്കിയെന്ന്. ഇപ്പോഴെനിക്ക് മനസ്സിലായി ഈ ചാണകം എന്തിനാണ് എറിഞ്ഞത് എന്ന്. ചാണകം എവിടെ തൊട്ടാലും ആ സ്ഥലം ശുദ്ധമാവും. ഇത് ഭഗവാന്റെ അനുഗ്രഹമാണ്, കാരുണ്യമാണ്, പ്രസാദമാണ്. ആ സ്ത്രീയെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ ശുദ്ധമാക്കിയതിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. വേഗം കുളിച്ചു, ഗുരുവിൻ്റെ അടുത്തെത്തി, ഒന്നും പറഞ്ഞില്ല, കൈകൂപ്പി നിന്നു. ഉടനെ ഗുരു പറഞ്ഞു, ഇപ്പോൾ നിനക്ക് ദീക്ഷ തരാനുള്ള സമയമായിരിക്കണം. അപ്പം അങ്ങനെ ഒരു പരിവർത്തനം എവിടെ വരണം? മനസ്സിൽ വരണം. അല്ലാതെ നമ്മൾ ശബരിമലയ്ക്ക് പോയി വ്രതെടുത്ത് വരുന്നതും അതുപോലെ ഗുരുവായൂരിൽ പോയി തൊഴുന്നതും അതൊക്കെ നമ്മുടെ ഉള്ള സ്വഭാവം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. മാറ്റം വരുത്തേണ്ടത് ആ സ്വഭാവത്തിലാണ് നമ്മൾ തിരിച്ചറിയണം. അപ്പോഴേ നമുക്ക് ഉന്നതിയുള്ളൂ എന്ന് പറയാണ്. അല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ കുരുങ്ങി നിന്നു, ഉയരില്ലേ നമ്മൾ, അതിനൊരു മാറ്റം വരില്ല. ഇപ്രകാരം അങ്ങനെ കേജിൽ കേവലയാ ഭക്തിയാ വാസുദേവ പരായണം ചെയ്യണം. അപ്പോൾ എന്താണ് ആദ്യത്തെ അർത്ഥം? ഭജ സേവായാം. അതാണല്ലോ നമ്മൾ പറഞ്ഞത്. ഭഗവാനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നാം മറ്റുള്ളവരുടെ സ്വഭാവത്തെ ഉൾക്കൊള്ളുകയും വേണം. നമ്മളിൽ നിന്ന് വേണ്ടാത്ത സ്വഭാവം പുറത്തേക്ക് പോവാനും സമ്മതിക്കാത്ത വിധത്തിൽ നമ്മൾ പരിശീലനം നേടുന്നതിനെയാണ് സേവനം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ സേവനം. അപ്രകാരം നമ്മൾ അഭ്യസിക്കണം. രണ്ടാമത് ഭജ. ആദ്യത്തെ സേവ, രണ്ടാമത്തെ ഭജൻ എന്ന് പറഞ്ഞാൽ ഭജനം എന്ന് പറഞ്ഞാൽ നാമസങ്കീർത്തനം എന്നർത്ഥം. ഇനി എന്ത് വേണം? അങ്ങനെയുള്ള മനസ്സുമായിട്ട് വേണം എന്ത് ചെയ്യാൻ? നാമസങ്കീർത്തനം ചെയ്യാൻ. അപ്പം നമുക്ക് ഏകാഗ്രത കൂടും. അല്ലെങ്കിലുണ്ടല്ലോ ഒരു വശത്ത് നിങ്ങൾ വിശ്വം വിഷ്ണു വഷട്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭു, അവൻ അങ്ങനെ പറഞ്ഞ് ശരിയേയില്ല. അവനോട് 2 വാക്കും കൂടി അങ്ങോട്ട് പറയേണ്ടതായിരുന്നു. ഭൂതഭവ്യ ഭവൽ പ്രഭു ഭൂതഗത് ഭൂതഭത്. ദേഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ചൊല്ലുന്നുണ്ടാവുക. നിങ്ങൾക്ക് കാണാം, ഗുരുവായൂരൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം, ആളുകളുണ്ടല്ലോ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ചവിട്ടുമ്പോണ്ടല്ലോ നാരായണ 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 അവനെ നോക്കിയിട്ടാണ് പറയുക. ആ ദേഷ്യമുള്ളിൽ വെച്ചുകൊണ്ടാണ് നാരായണ ജപിക്കുന്നത്. എന്ത് കാര്യമുണ്ട് അവിടെ നിന്ന് ജപിച്ചിട്ടത്? അതൊക്കെ ഒരു കാട്ടിക്കൂട്ടലാണത്, പൊങ്ങച്ചമാണ്. ഭാഗവതമൊക്കെ കളിയാക്കുന്നുണ്ട് അതിനെ. അതല്ല ഭക്തി എന്ന് പറയുന്നത്. പിന്നെയോ നമ്മുടെ മനസ്സ് അതിലേക്കൊന്നും ശ്രദ്ധ പോവാത്ത വിധത്തിൽ നമ്മൾ തിരിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് പ്രേമത്തോടുകൂടി, തുടക്കത്തിലൊക്കെ തത്വം ഗ്രഹിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു രൂപത്തെ ഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ഭഗവാന്റെ കേശാദിപാദം കണ്ട് ക്രമേണ 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 നാമജപത്തിലൂടെ മനസ്സിനെ ഉയർത്തുന്നതിനെ ഭജനം എന്ന് പറയും. അതാണ് രണ്ടാമത്തത്. ഭജ സേവായം, ഭജ കീർത്തനെ. ഇനി മൂന്നാമത്തത് ഭജനം എന്ന് പറഞ്ഞാൽ, ഭജിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം പരിപൂർണമായി സമർപ്പിക്കുക എന്നർത്ഥം. ഭഗവാനിൽ മനസ്സിനെ സമർപ്പിക്കുന്നതാണ് ഭജനം. നാമസങ്കീർത്തനം കൊണ്ട് മനസ്സ് പരിപൂർണമായി അർപ്പിക്കപ്പെടുക. അങ്ങനെ അർപ്പിക്കപ്പെടുന്ന സമയത്ത് ആ മനസ്സും
ഭഗവാനും ഒന്നായിത്തീരുന്നു. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? സേവനത്തിൽ നിന്ന് തുടങ്ങണം, കീർത്തനത്തിൽ കൊണ്ടുവരണം, പിന്നീട് അർപ്പണത്തിലെത്തണം. അതുകൊണ്ട് ഭാരതീയ സംസ്കാരം അവസാനം എത്തി നിൽക്കുന്നത് മനസ്സ് ഭഗവാനിൽ സമർപ്പിക്കുന്നു. നാരായണായേതി സമർപ്പയാമി, അവസാന സമർപ്പണത്തിലാണ്. ഇങ്ങനെ മനസ്സിനെ ആര് ഉയർത്തുന്നുവോ അവർക്ക് ശിബന്ധ്യഹം മഹദബി വേണുകുൽമവിവാനല, എപ്രകാരമാണോ അഗ്നി കൊണ്ട് മുളകൾ കത്തി നശിക്കുന്നത്, സകല പാപങ്ങളും അവരുടെ ഉള്ളിൽ നിന്ന് നശിക്കുന്നവരെയാണ്. അതുകൊണ്ട് രാജൻ, എന്നാൽ ഏതൊരാളാണോ സദ്രീജീനോഹി അയം ലോകേ പന്ത ക്ഷേമോ ഗുദോഭയാം സുശീല സാധവോ യത്ര നാരായണപരായണാം, സദ്രീജീനോഹി അയം ലോകാം പന്ത ക്ഷേമോ ഗുദോഭയാം സുശീല സാധവോ യത്ര നാരായണപരായണ, നാരായണപരന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ഭയത്തിൽ നിന്ന് മുക്തരായിക്കൊണ്ട് യഥാർത്ഥമായ പന്ഥാവിലൂടെ അവരുടെ മനസ്സിനെ അവർ ഉയർത്തുന്നു. എന്നാൽ ഏതൊരുത്തനാണോ പ്രായച്ചിത്താനി ജീർണാനി നാരായണപരാമുഖം ന നിഷ്പുനന്തി രാജേന്ദ്ര സുരാ കുംഭമിവാപക, പ്രായച്ചിത്താനി ജീർണാനി നാരായണ പരാമുഖം, യഥാർത്ഥമായ ഭഗവാനിലേക്ക് മനസ്സ് തിരിയാത്തോടത്തോളം കാലം എത്രയെത്ര വഴിപാടുകൾ ചെയ്താലും ഉള്ളിലുള്ള പാപങ്ങളെ നശിപ്പിക്കാൻ സാധ്യമല്ല. ഏതുപോലെ നല്ല ഉദാഹരണങ്ങളാണ് വ്യാസമഹർഷിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതൊക്കെ. സുരാ കുംഭം ഇവ ആപക, മദ്യം നിറച്ച കുടം ഗംഗയിൽ കൊണ്ട് മുക്കി വെച്ചാലും അത് വീണ്ടും പുറത്തെടുത്താൽ അതിൽ നിന്ന് വരുന്ന സ്മെല്ല് ഏതിൻ്റെ ഇരിക്കണം? മദ്യത്തിൻ്റെ സ്മെല്ല് തന്നെയായിരിക്കണം. അരിഷ്ടത്തിൻ്റെ കുപ്പി നമുക്ക് വേഗം പറഞ്ഞാൽ മനസ്സിലാവാതായിരിക്കും. അരിഷ്ടത്തിൻ്റെ കുപ്പി നിങ്ങൾ അരിഷ്ടമൊക്കെ കഴിഞ്ഞിട്ട് വെള്ളത്തിൽ മുക്കി വെച്ചാലും വീണ്ടും അതെടുത്ത് വാസനിച്ചാൽ അരിഷ്ടം തന്നെ, കുഴമ്പ് തുടങ്ങിയ സാധനങ്ങൾ. പിന്നെന്ത് വേണം? അതിലേക്ക് സോപ്പ് പൊടിയോ മറ്റ് സാധനങ്ങളോ ഇട്ട് കഴുകി 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 ചിലപ്പോൾ ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വേണം അതിന്ന് മുഴുവൻ, നാലും കുറച്ചൊക്കെ സ്മെല്ലുണ്ടാവും. ഇതുപോലെ ചില മനസ്സിൽ നിന്ന് പാപങ്ങൾ വിട്ടുപോവില്ല, എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്താലും. കാരണം ആ മനസ്സിനെ അവർ ആരിലേക്ക് തിരിച്ചിട്ടില്ല? ഭഗവാനിലേക്ക് തിരിച്ചിട്ടില്ല. നോക്കൂ, അതുകൊണ്ടാണ് ജ്യോത്സ്യത്തിൻ്റെ പിന്നാലെ വീണ്ടും വീണ്ടും പോകേണ്ടി വരുന്നത്. സംശയം തീരുന്നില്ല. ഒരമ്മ എന്നോട് വന്ന് ചോദിക്കുകയാണ്, സ്വാമിജി മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ജ്യോത്സ്യന്മാർ പറഞ്ഞു പാമ്പിൻ്റെ ദോഷമാണെന്ന്. ഞാൻ എന്നിട്ട് പറഞ്ഞു, എന്നോട് എന്നിട്ട് ജ്യോത്സ്യന്മാർ പറഞ്ഞു ഏതോ പാമ്പ് കാവിൽ പോയിട്ട് എന്തോ വഴിപാട് ചെയ്യണം. അവർ മണ്ണാർശാലയിൽ ഒരു പാമ്പ് ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ പോയി ചെയ്തു. എന്നിട്ടാണ് എന്നോട് ചോദിക്കുന്നത്, അല്ല സ്വാമി അവിടെ മാത്രം ചെയ്താൽ മാറുമോ? അപ്പം ഞാൻ ചോദിച്ചു ഇനിയിപ്പോൾ എവിടെയാണ് ചെയ്യേണ്ടത്? അല്ല ഞങ്ങൾ തമിഴ്നാട്ടിൽ എവിടെയാണ്, നാഗർകോവിലുകാരാണ് അവർ, അവരുടെ അവിടെയുണ്ട് അത്ര ഒരു പാമ്പിൻ്റെ ക്ഷേത്രം, അവിടെയും കൂടി ചെയ്യേണ്ടി വരുമോ? അപ്പം ചോദിച്ചു ഭർത്താവിൻ്റെ വീട് എവിടെയാണെന്ന്. അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണ് ട്രിച്ചി ഭാഗത്താണ്. ഞാൻ ചോദിച്ചു അവിടെയും കൂടി ഒരു പാമ്പിൻ്റെ കാവുണ്ടോ എന്ന് അന്വേഷിക്കൂ. കാരണം ഇനി ഇവിടെയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും പറയും അവിടെയും കൂടി ചെയ്യണമെന്ന്. ഞാൻ ചോദിച്ചു മകളെവിടെയാണ് പ്രസവിച്ചത്? ബോംബെയിലാണെന്ന്. ഇവിടെ പാമ്പിൻ്റെ കാവുണ്ടെന്ന് അന്വേഷിക്കൂ. കാരണം ഇനിയിപ്പോൾ അതും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്താലും മനസ്സ് സമ്മതിക്കില്ല. മനസ്സ് പറയും അവിടെയല്ല ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ വിചാരിക്കേണ്ടത് അവരുടെ കഥയാണെന്ന്. നിങ്ങളോട് ജ്യോത്സ്യനൊരു ചാർത്ത് തന്നിട്ട് പറയുകയാണ് ഈ വഴിപാട് നിങ്ങൾ ഗുരുവായൂരപ്പന് ചെയ്യണമെന്ന്. നിങ്ങൾ കർഷകാലത്തിന് എറണാകുളത്തുള്ള ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് ചെയ്തതെങ്കിൽ മനസ്സ് പറയും ഇവിടെ ആയിരുന്നില്ലേ ചെയ്യേണ്ടത്, ഇത് ഗുരുവായൂർ തന്നെ ചെയ്യേണ്ടതായിരുന്നു. മനസ്സ് സമ്മതിക്കുമോ? ഇനി ഗുരുവായൂർ ചെയ്തു കഴിഞ്ഞാലോ അവിടുന്ന് സമ്മതിക്കുമോ മനസ്സ്? അവനവൻ്റെ തട്ടകം വിട്ടിട്ടൊരു അമ്പലത്തിൽ പോയത് ശരിയായില്ല എന്ന്. ഇനിയിപ്പോൾ തട്ടണം ആരെ? തട്ടകത്തിൽ പോയിട്ട്. ഇതാണ് മനുഷ്യൻ്റെ മനസ്സ്. അതെന്ത് ചെയ്താലും അതിന് സംശയങ്ങൾ തീരുന്ന പ്രശ്നമില്ല. ഏത് വ്യക്തി സംശയത്തോടുകൂടി എന്ത് ചെയ്യുന്നോ അതിൽ നിന്ന് അയാളുടെ മനസ്സിനെ ഉയർത്താൻ സംശയാത്മാ വിനശ്യതി. ഇതൊക്കെ ഉറപ്പിക്കും നിങ്ങൾ. മനസ്സിനെ ഉയർത്താതെ എന്ത് വഴിപാട് ചെയ്തിട്ടും കാര്യമില്ല. മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത് ഏതിനാണ്? അത് നമ്മൾ അതിലേക്ക് ശ്രദ്ധ വയ്ക്കുന്നില്ല. വളരെ രസകരമായിട്ടാണ് ഓരോ ആചാര്യന്മാർ ഉദാഹരണം പറയുക. നിങ്ങൾക്ക് വെള്ളം തരുന്നു കുടിക്കാൻ, അത് ഏത് ഗ്ലാസ്സിലായാലും പ്രാധാന്യം ഏതിനാണ് കൊടുക്കേണ്ടത്? വെള്ളത്തിനാണ്. അത് കുപ്പി ഗ്ലാസ് ആയാലും ശരി, സ്വർണ്ണ ഗ്ലാസ് ആയാലും ശരി, അത് പ്ലാസ്റ്റിക് ഗ്ലാസ് ആയാലും ശരി, നമ്മൾ അതിൽ തന്നെ മുറുകെ പിടിച്ചാലോ? അപ്പോൾ നമ്മുടെ ശ്രദ്ധ ആ ഗ്ലാസ്സിൽ നിന്നും
വെള്ളത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെ നാം ചെയ്യുന്ന വഴിപാടിനല്ല പ്രാധാന്യം, അതിനല്ല മുഖ്യം കൊടുക്കേണ്ടത്. നാം ആർക്ക് വേണ്ടി ചെയ്യുന്നു? ആരെയാണ് സന്തോഷിപ്പിക്കേണ്ടത്? ഏത് ഭഗവാനെയാണ് സന്തോഷിപ്പിക്കേണ്ടത്? ഈ ബോധത്തോടുകൂടി നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാം ചെയ്യുന്നതെല്ലാം നാരായണായേതി സമർപ്പയാമി, നാരായണനുള്ള സമർപ്പണങ്ങളായിത്തീരും. അല്ലെങ്കിൽ നമ്മൾ നാരായണന് ചെയ്യുന്നതൊക്കെ ഭഗവാന് ചെയ്യുന്നതൊക്കെ ഡിമാൻഡുകളായിത്തീരും. ഞാൻ ചെയ്തു, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഫലം കിട്ടണം എന്നുള്ളത്. അതൊരിക്കലും ഭജനമാവില്ല പറയാണ്. അതുകൊണ്ട് ആരാണോ മനസ്സിനെ തിരിക്കാതെ, പരാങ്മുഖം മനസ്സിനെ ഭഗവാനിൽ തിരിക്കാതെ എന്തെല്ലാം ചെയ്താലും ന നിഷ്പുനന്തി രാജേന്ദ്ര, അയാളുടെ മനസ്സിലെ പാപങ്ങൾ മുഴുവൻ പോവില്ല എന്ന് പറയണം. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ നെല്ലിൻ്റെ കൂടെ തന്നെ ആരും വളരും, പുല്ലുകളും കളകളും വളരും. അതിനെയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് കള ശമിപ്പിക്കും, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിന്നു വരും. പക്ഷേ വീണ്ടും വീണ്ടും അതിൻ്റെ വേരുള്ളിടത്തോളം കാലം അത് വീണ്ടും വീണ്ടും തളർത്ത് വരും. അപ്പോൾ എങ്ങനെ നശിപ്പിക്കുക നല്ലത്?